നമ്മുടെ ബന്ധുക്കളും VIP-സും ബിസിനസ് പാർട്ട്നേഴ്സും അതുപോലെ ഫാക്ടറി വർക്കേഴ്സും എല്ലാവരെയും കൂടി കൗണ്ട് ചെയ്താൽ മിനിമം 5000 പേരെങ്കിലും കാണും. അപ്പൊ അതിലും കൂടുതൽ ആൾക്കാർ വരില്ലേ? പിന്നെ എന്താ വലിച്ചത്? അത്രയും പേരെ ക്ഷണിക്കാൻ വെറും 50 കാർഡ്സ് മാത്രം എന്താ പ്രിന്റ് ചെയ്തേ? എന്താ വലിച്ചൊന്നും പറയാത്തെ? എന്താ കാര്യം? എന്താണെന്ന് പറയണ്ടേ? അല്ല, കാര്യം എന്താണെന്ന് നിനക്കറിയാനിട്ടാ? ിരിക്കട്ടെ, മിഥുൻ എവിടെയാ? അവ മുകളിലെവിടെയുണ്ട്. അയ്യോ, ഞാൻ മിഥുനേട്ടനെ വിളിക്കാന്ന് പറഞ്ഞിട്ട് മറന്നു പോയല്ലോ. എന്ത് കാര്യത്തിൽ കാണുമോ? ഹലോ. മേഘനെ, സോറി മിഥുനേട്ടാ, ഞാൻ വിളിക്കാന്ന്. അതൊക്കെ എവിടെ നിക്കട്ടെ. ഞാൻ തന്റെ വീടിന്റെ പുറത്തുണ്ട്. താൻ വേഗം ഒന്ന് പുറത്തേക്ക് വന്നേ. എന്ത് പറ്റി മിഥുനേട്ടാ? എന്താ ശബ്ദമൊക്കെ ഒരുമാതിരി? മേഘനെ, കാര്യമൊക്കെ പിന്നീട് പറയാം. വേഗം വാ. ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ? താൻ വേഗം വാ, പറയാം. നമുക്കൊരു സ്ഥലം വരെ പോകാൻ വേണ്ടിയാ. പെട്ടെന്ന് വാ, വേഗം വാ. മേഘനെ, ഒന്ന് ഇറങ്ങി വാ. ഇപ്പൊ വരാം. മിഥുനേട്ടാ. മേഘനെ, നീ വാ, വേഗം കാറി കയറി. നിക്കേട്ടാ, ആദ്യം എന്താ ഉണ്ടായതെന്ന് പറയേ. താൻ ആദ്യം കാറി കയറി, ഞാൻ പറയാം. കേറ്. നമ്മൾ എങ്ങോട്ടാ പോകുന്നെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? മേഘനെ, പ്ലീസ്, നീ കുറച്ചേരൊന്നും മിണ്ടാതിരിക്കേ. ഞാൻ പറയാലോ. അതല്ലെന്നേ, പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ട് എനിക്കെന്തോ പേടിയാവുന്നു. എവിടേക്കാ നമ്മൾ പോകുന്നേന്ന് പറ. എന്താന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എന്റെ മേഘനെ, കുറച്ചു നേരം കൂടി ഒന്ന് ക്ഷമിക്കേ. നമ്മളിതേ എത്തി. നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോ എല്ലാം തനിക്ക് മനസ്സിലായിക്കോളൂ.
ഇറങ്ങ്. മിഥുനേട്ടൻ എന്തിനാ ഇവിടേക്ക് വിളിച്ചോണ്ട് വന്നേ? പറ മിഥുനേട്ടാ. തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമ്പലമല്ലേ ഇത്? തന്റെ ഇഷ്ടദേവതയെയും അതുപോലെ തന്റെ മറ്റിഷ്ടങ്ങൾ എന്തൊക്കെയാണെന്നും തന്നെ ഇഷ്ടപ്പെടുന്നയാൾ അറിഞ്ഞിരിക്കണ്ടേ? സോ ഞാനും അത് മനസ്സിലാക്കി. താൻ എല്ലാ വർഷവും ഏകാദശിക്ക് തന്റെ അപ്പൂപ്പന്റെ കൂടെ ഈ അമ്പലത്തിലെത്തി മുത്തച്ഛനൊപ്പം വഴിപാട് കഴിക്കുകയും ഭഗവതിയെ പട്ടുടിപ്പിക്കുകയും ഈ അമ്പലക്കുളത്തിൽ ദീപം കത്തിക്കുകയൊക്കെ ചെയ്യാറുള്ളതല്ലേ? എന്നിട്ട് ഒരു വാക്ക് പോലും അതിനെപ്പറ്റി താൻ എന്നോട് പറഞ്ഞുമില്ല. അതെന്താ പറയാൻ തോന്നാഞ്ഞത്? അത് പിന്നെ ഞാൻ തനിക്ക് അന്യനാണോ? സ്വപ്നത്തിൽ പോലും ചിന്തിക്കാനാവില്ല. പക്ഷെ തന്റെ സ്വപ്നമാണെങ്കിൽ പോലും ഞാനിത് നിറവേറ്റിത്തരും. അതിരിക്കട്ടെ, മിഥുനേട്ടൻ എങ്ങനെ ഇത്? താൻ നേരത്തെ എന്നെ വിളിച്ചില്ലേ? ആ, അപ്പൊ താൻ അനിയത്തി വന്നെന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാതെ എവിടെയോ വെച്ചു. തന്റെ മനസ്സിലെ ആഗ്രഹങ്ങളെക്കുറിച്ച് ചാരു തന്നോട് ഷെയർ ചെയ്യുന്നത് ഞാൻ ആ ഫോണിൽ കൂടെ കേട്ടു. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളെ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് അവൾ പോലും അറിയാതെ എന്റെ ഇഷ്ടത്തിന് കൂട്ടിക്കൊണ്ടുവന്നത്. താങ്ക് യു സോ മച്ച്. ഉദയത്തിൻ മുഖമോ ഉയിരിന്റെ സുഖമോ അലിയുന്ന ശിലയോ അവൾ ആവണിക്കുളിരോ. ഉദയത്തിൻ മുഖമോ ഉയിരിന്റെ സുഖമോ അലിയുന്ന ശിലയോ അവൾ ആവണിക്കുളിരോ. തിരതല്ലും കടലോ തിരിയിട്ട വിളക്കോ തിലകത്തിൻ മുഴുപ്പൂ നിറം തിങ്കളിൻ വെളുപ്പോ മറന്നിട്ട മനസ്സിൽ മയങ്ങുന്നതാരോ അവൾ പടവിൽ കുഞ്ചിയെത്തും കുളിരിൽ നെഞ്ചൊളിഞ്ഞ കിളി പോലെ അവൾ അഞ്ചിൽ പടരും പുഞ്ചിരിക്കും പൂ പോലെ. സന്തോഷം കൊണ്ട് ഞാൻ മതി മറന്ന് നിൽക്കാം മിഥുനേട്ടാ. ഇതുപോലൊരു സൗഭാഗ്യം എനിക്ക് കിട്ടുമെന്ന് പോലും ഞാൻ വിചാരിച്ചില്ല. എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതി എന്റെ അപ്പൂപ്പന്റെ സ്നേഹം മിഥുനേട്ടന്റെ രൂപത്തിൽ എനിക്ക് തിരിച്ചു കിട്ടിയ ദിവസം ഇന്ന്. അതുകൊണ്ടാ വാക്കുകൾ പോലും മടിച്ചു നിൽക്കുന്ന. കണ്ണടയ്ക്കാതെ മിഥുനേട്ടനെ നോക്കി നിൽക്കാൻ തോന്നാ. മിഥുനേട്ടൻ സമ്മാനിച്ച ഈ സന്തോഷത്തെ നന്ദി എന്ന ഒറ്റ വാക്കുകൊണ്ട് നികത്താനാവില്ല. മിഥുനേട്ട, ജീവിതകാലം മുഴുവൻ ഏട്ടനെ സേവിച്ചുകൊണ്ട് എന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ മിഥുനേട്ടനെ നോക്കണം. മിഥുനേട്ടന്റെ നിഴലായി എന്നും കൂടെ ഉണ്ടാവണം. അയ്യോ, നിർത്ത് എന്റെ മേഘനേ. ദേ, താൻ എന്നെ അത്രയ്ക്കങ്ങ് പൊക്കിയാലേ എനിക്ക് ചിലപ്പോ കൊമ്പ് മുളയ്ക്കും. ശരി, അമ്പലത്തിൽ കയറണ്ടേ? അതൊക്കെ പോവാം. നമ്മൾ കയ്യിലൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ. പുഷ്പങ്ങളോ മഞ്ഞളോ സിന്ദൂരവോ ഭഗവതിക്കുള്ള പട്ടോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. എല്ലാം ഉണ്ട്. ഉണ്ടെന്നോ?
ഹ, ഇതൊക്കെ എങ്ങനെ ഒപ്പിച്ചു? അതൊക്കെയുണ്ട്. താൻ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടതല്ലേ, അതുകൊണ്ട് വരുന്ന വഴി മേടിച്ചതാ. അപ്പോഴേ അമ്പലത്തിൽ കയറണ്ടേ? ഉം. അയ്യോ, മറന്നുപോയി മിഥുനേട്ടാ. ദർശനത്തിന്റെ സമയം കഴിഞ്ഞല്ലോ. ക്ഷേത്രത്തിന്റെ നടയും അടച്ചിരിക്കുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? താൻ നല്ലോണം പ്രാർത്ഥിക്കേ. വാതിൽ തന്നെ താനെ തുറന്നോളൂ. വിചാരിച്ചതെല്ലാം നടക്കുകയും ചെയ്യും. നല്ലോണം പ്രാർത്ഥിക്കാനോ? നമ്മുടെ മനസ്സിലെ ആഗ്രഹം പോലെ ഭഗവതിയെ പൂജിക്കാനുള്ള അതീവ താല്പര്യം മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായും അവിടുന്ന് പ്രസാദിക്കും. നമുക്ക് ദർശനം തരികയും ചെയ്യും. പ്രാർത്ഥിക്കേ, നടക്കും മേഘനെ. മിഥുനേട്ടാ, ക്ഷേത്രവാതിൽ തുറന്നിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ട് ഇത് ഞാൻ മിസ് ചെയ്യോ? നടക്ക്. ओम क्षीरोदन्मुप्रदेशे सुष्मणीवसत्सवितुर्मोक्तिकानां മിഥുനേട്ടാ, നല്ലോണം തൊഴുതേ. भैरुपरिचितैर्मुक्तपीयूषवर्षैः आनन्दीनः पुनीयान् हरिणल्लगदाशङ्खपाणिर्मुकुन्दः रूक्पादौ यस्य नाभिः वियदासुरण्यश्चन्द्रसूर्यौ च नेत्रे कर्णावासा शिरोद्यौर्मुक्मपिदहनो यस्य वास्ते मुक्तिः अन्तस्थं यस्य विश्वं सुरनरखगो भुवि गन्धर्वदैत्यैः चित्रं रम्यते तं त्रिभुवनवक्षं विष्णुमीशं नमामि आपदामभक्तारं दातारं सर्वसम्पदां लोकाभिरामं श्रीरामं भूयो भूयो नमाम्यहं श्रीराम राम रामेति रमे रामे मनोरमे सहस्रनाम तत्तुल्यं रामनाम वरानने कूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखां वन्दे वाल्मीकिकोकिलम् पितहनो यस्य वास्ते मुक्तिः अन्तस्थं यस्य विश्वं सुरनरखगो भुवि गन्धर्वदैत्यैः चित्रं रम्यते तं त्रिभुवनवक्षं विष्णुमीशं नमामि മോളെ, ഭഗവതിക്ക് നിങ്ങൾ പട്ട് സമർപ്പിച്ചിരിക്കുകയല്ലേ? അതേ കൈകൊണ്ട് ദീപം ഒന്ന് തെളിയിച്ച് കുളത്തിൽ ഒഴുക്കി വിട്ടാൽ വിചാരിച്ചതൊക്കെ നടക്കും. ആയിക്കോട്ടെ തിരുമേനി. ശുഭസ്യ ശീഘ്രം. വായേട്ടാ.
ഞാൻ സമാധാനിപ്പിച്ചുവെങ്കിലും ഉള്ളിൽ എവിടെയോ ഒരു ചെറിയ നീറ്റല് ബാക്കിയുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഏട്ടൻ എന്റെ ആഗ്രഹം നടത്തി തന്നില്ലേ? അതിനെന്ത് പ്രത്യുപകാര ചെയ്യണ്ടേ? എത്രയോ ജന്മത്തെ പുണ്യം കൊണ്ടായിരിക്കണം ഏട്ടന് എനിക്ക് ഈ ജന്മം കിട്ടിയത്. ഇത് സ്വപ്നമാണോ സത്യമാണോ? മിഥുനേട്ടാ, ഇത് കല്യാണശേഷം തരുന്ന പ്രണയത്തിന്റെ ഉമ്മയൊന്നുമല്ല. എന്നോട് കാണിക്കുന്ന കരുതലിന് കളങ്കമില്ലാത്ത മനസ്സോട് കൂടി തന്ന സ്നേഹത്തിന്റെ ഉമ്മയാണ് മിഥുനേട്ടാ. താങ്ക് യു സോ മച്ച്. എന്തൊന്നാടോ എത്ര നേരം വെച്ചാ ഇങ്ങനെ നിക്കുന്നേ? ഇതിപ്പോ തന്നെ തീരും. സ്തംഭം സ്ഥാപനത്തിന് തടി മേടിക്കാൻ പോയവർ ഇതുവരെ കണ്ടില്ലല്ലോ. വിഷമിക്കേണ്ട വച്ചമ്മേ, ഞങ്ങൾ എത്തിക്കഴിഞ്ഞില്ലേ? സമയായി. ഇപ്പൊ കഴിയും. ഇവിടെ ആട്ടോ തൂണ് നാട്ടേണ്ടേ, ഒന്ന് പെട്ടെന്ന് ആട്ടെ. ആയിക്കോട്ടെ. നമസ്കാരം.